ഹായ് സുഹൃത്തുക്കളെ, ഇന്നുള്ള ഞാൻ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്താണ്. ബീച്ചിലിവിടെ ഞാൻ എൻ്റെ ഒരു ഉരുവിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിലല്ലേ? ഈ ബിൽഡിംഗ് അവരതല്ലേ? ഈ ബിൽഡിങ്ങിലാണ് അവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കുറേ പഴക്കമുള്ള ബിൽഡിംഗ് ആണോ? 10-20 കൊല്ലായി. 10-20 കൊല്ലായി. പക്ഷേ എല്ലാം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് അവർ ഉരുവായിട്ട് ബന്ധപ്പെട്ട ഒരു മ്യൂസിയമാണ്. അതൊരു ഗംഭീര മ്യൂസിയമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആർക്കും തുറന്നു കൊടുക്കാറില്ല. ഞാൻ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ അയൽവാസിയായ ആളാണിത്, വിജീഷ്. അപ്പോൾ വിജീഷിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ വന്നത്. വിജീഷ് പെർമിഷൻ വാങ്ങിച്ചാണ് അവരോട്, ആർക്കും ഇങ്ങനെ തുറന്നു കൊടുക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ അത്ഭുതം എന്താണെന്ന് നോക്കാം. അവർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ മ്യൂസിയമാണ്. ഉരു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടെക്നോളജിയാണ്. വെറും മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബോട്ടാണ്, പ്രത്യേകം ബോട്ടാണ് അത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം. ഒരുപാട് ചെറിയ 1 മിനിറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകല്ലേ. ആദ്യം ഇതിൻ്റെ ഡോറുകളൊക്കെ കാണിച്ചു തരാം. കുറച്ച് പഴക്കമുണ്ട് ആ ഡോറുകൾക്കും, പിന്നെ അത് കൂടാതെ അവിടുത്തെ ഈ പണികൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ അവരെ മ്യൂസിയത്തിൻ്റെ മുൻഭാഗം. ഇത് ലൈറ്റ് ഹൗസ് അല്ലേ? ലൈറ്റ് ഹൗസ് അല്ലേ? ഇത് കോഴിക്കോടുള്ള ലൈറ്റ് ഹൗസ് ആണോ? അല്ലെങ്കിൽ ഇതെന്താ ലൈറ്റ് ഹൗസ് ആണ്. ഇത് എവിടെയെല്ലാം എനിക്കറിയില്ല. കോഴിക്കോട് ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇവിടെ മുൻഭാഗമൊക്കെ ചെയ്ത് വെച്ചാണ്ടോ? നിങ്ങൾ മുൻഭാഗമൊക്കെ ചെയ്ത് വെച്ചാണ്ടോ? ഡോ മ്യൂസിയം ഇവിടെ അറബിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവരെ അക്കാലത്തുള്ള നമ്മളെ ഉരുവാണല്ലേ, പഴയ കാലത്തുള്ള ഉരുവാണിത്. ഈ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും തുറക്കാറില്ല. ഇവിടെ മാത്രമാണ് നമ്മൾ മ്യൂസിയം. ഓക്കെ, വരൂ, മ്യൂസിയം കാണാൻ വരൂ എൻ്റെ കൂടെ. തുറക്കട്ടെ മ്യൂസിയം. ഇതാണ് മ്യൂസിയം. ഇവരെ കുടുംബ മ്യൂസിയമാണിത് അല്ലേ? ഇവരെ ബിസിനസ് മ്യൂസിയം അല്ലെങ്കിൽ കുടുംബ മ്യൂസിയമാണിത്. ഇതങ്ങനെ ആർക്കും തുറന്നു കൊടുക്കാറില്ല എന്ന് പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് വിജീഷിനോട് ചോദിക്കുക കുറേ കാര്യങ്ങൾ. കാരണം വിജീഷിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. 18 വർഷമായി വിജീഷ് ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറൻ്റെ പിന്നിലേക്ക് പോവാണ്, വിജീഷ് ക്യാമറ മുന്നോട്ട് വരാൻ പോവാണ്. ഓക്കെ, ഞാൻ എൻ്റെ ക്യാമറയിലൂടെ ഞാൻ കാണാം കേട്ടോ. അങ്ങനെ ഞാൻ വിജീഷിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്. കാരണം എനിക്കത് പുതുമയാണ്. ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഈ ബിൽഡിംഗ് തന്നെ വരുന്നത്, ഇവിടെ കാണുന്നത്. വിജീഷ്, ഇവിടുത്തെ എങ്ങനെയാണ്, എവിടെ തുടങ്ങണം? നമുക്ക് ഇവിടെ തുടങ്ങിയാലോ? അതെ, ഇതാണ് കമ്പനീന്റെ ഹിസ്റ്ററി. ഇതാണ് കമ്പനി ഹിസ്റ്ററി അല്ലേ? അതെ, 1885 സ്റ്റാർട്ട് ചെയ്തത് കമ്പനി. 1885 ഈ കമ്പനി ഫോം ചെയ്ത്. ഓക്കെ, ഇതായിരുന്നോ? ഇത് ഈ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് പോയ വീടുമാണ് 1916. ഈ പ്രധാനപ്പെട്ട നമ്മളെ ഈ ബീച്ചിൽ നിന്ന് കോഴിക്കോട് ബീച്ചിൽ നിന്ന് പോയതാണ് 1916 പോയ ഉരുവാണല്ലേ? ശരി. ഇതൊക്കെ അവരെ ക്ലയന്റാ, അറബികൾ. ഇതൊക്കെ അവരെ ക്ലയന്റാ അല്ലേ? ഇവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പണ്ട് ഉരു നിർമ്മിച്ചതൊക്കെ. ഓക്കെ, അറേബ്യൻ നാടുകളിൽ വന്നിട്ടാണ് ഇതൊക്കെ. ക്ലയൻസ് ഒക്കെ അറേബ്യൻസ് അല്ലേ? എപ്പോഴും കയറ്റി അയക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെയാണ്. ഇത് പണ്ടത്തെ ഇൻവോയ്സ്, അറബിയിലുള്ള ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ അറബികൾ ഇവിടെ വന്ന് ഈ ബോട്ട് വാങ്ങുന്നതും ഇത് വാങ്ങുന്നതൊക്കെ ഈ നമ്മുടെ ഉരു വാങ്ങുന്നതൊക്കെയാണ് കാണുന്നത്. എക്സ്പോർട്ട് ചെയ്ത ഓരോ വർഷത്തിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉരുവിന്റെ ഫോട്ടോസാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻവോയ്സിനെ പറ്റി പറഞ്ഞിരുന്നു, അറബിയിലുള്ള ഇൻവോയ്സ് അല്ലേ? ഇത് 1946 ഇൻവോയ്സ്. അറബി 1946 ഇൻവോയ്സ്. ഇത് 1916. ഇതൊക്കെ പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആരാണ് ആള്? ഇതൊക്കെ ക്ലയന്റാ. ഇതൊക്കെ ക്ലയന്റ് അല്ലേ? ഓക്കെ, ഇതൊക്കെ ആരാ കളക്ട് ചെയ്ത് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചത്? ഇതൊക്കെ ഇവരെ പാർട്ട്ണറുണ്ട്. ആ, നല്ല കാര്യം. വരും തലമുറക്ക് നമ്മളെ കഴിവ് ഇത് പിന്മാറുകയാണ്, കൈമാറുകയാണ് അല്ലേ? ഇതൊക്കെ ഒരു മഹാ അത്ഭുതം തന്നെ കേട്ടോ. ഇതൊക്കെ അറബിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? കണക്കുകളൊക്കെ നല്ല രസമുണ്ട്. ഇൻവോയ്സ് ഒക്കെ അറബിയിലാണ് അല്ലേ? ഇവിടെയും ഇതല്ലേ നമ്മൾ അവിടുത്തെ മ്യൂസിയത്തിൽ കണ്ടത്? അവിടെ അതെ അവിടെ ഉണ്ട് ഈ ഫോട്ടോ. നിങ്ങൾ ഓഫീസിലും മ്യൂസിയം ഉണ്ടല്ലേ? ഇത് പണ്ട് 2012
ഞങ്ങൾ ഫ്രാൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഇത് 2012 ഫ്രാൻസിലേക്ക് ഷിപ്പിൽ എക്സ്പോർട്ട് ചെയ്ത്. അതാണോ പാട വലിയൊരു കണ്ടെയ്നറിൽ പോയി ബാറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? അതെ അതെ, അത് കണ്ടിരുന്നു. ആയി സുഹൃത്തുക്കളെ, ഇത് എനിക്കൊരു മഹാ അത്ഭുതമായി തോന്നുന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കും കേട്ടോ. പഴയ ഇൻവോയ്സുകൾ, അറബിയുള്ള ഇൻവോയ്സുകളും ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ, കുറെ നമുക്കത് അവിടെ പരിചയപ്പെടുത്താൻ. ഇത് ഈ ഓഫീസിന്റെ പഴയകാല ഫോട്ടോസ്. ഇത് നിങ്ങളെ ഓഫീസിന്റെ പഴയ ഫോട്ടോ ആണല്ലേ? ഈ നിൽക്കുന്ന ഓഫീസിന്റെ പണ്ടത്തെ ഫോട്ടോ. പിന്നെ അത് പുതുക്കി പണിതാ? അതെ അതെ അതെ. ഇത് ഈ റോഡാണത്, സൗത്ത് ബീച്ച് റോഡ്. ഓ, ഇത് ബീച്ച് റോഡ് അല്ലേ? അത് ശരി. പണ്ട് നിങ്ങൾക്ക് ഈ ചൂടി കയറ്റി അയക്കുന്ന പരിപാടി ഉണ്ടായി, കയറൊക്കെ പണ്ട് കയറ്റി അയക്കുന്നുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നില്ലേ? ഇത് ഞങ്ങൾ ബെസ്റ്റ് എക്സ്പോർട്ടേഴ്സിനുള്ള അവാർഡ് കിട്ടിയ ഫോട്ടോസാണ്. ബെസ്റ്റ് എക്സ്പോർട്ടേഴ്സിനുള്ള അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് അവാർഡാണോ അല്ലെങ്കിൽ? അതെ, 1982 കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് അല്ലേ? അതെ. ഓക്കെ. മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൽ. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ഓഫീസാണ്. ഈ മരങ്ങളൊക്കെ ഇതിന്റെ ഉരുവിന് ഉപയോഗിക്കാനുള്ള മരങ്ങളാണോ? അതായത് അന്ന് അക്കാലത്ത് 100% മരത്തിലുണ്ടാക്കുന്ന ഒരു ഒന്നായിരുന്നു അല്ലേ, ഉരുവായിരുന്നു. ഇപ്പോഴാണ് നെട്ടും ബോൾട്ടൊക്കെ ഇതിലേക്ക് മാറിയതല്ലേ? ഇതെന്താണ്, നിങ്ങളെ തറവാടാണോ? അല്ലത് കുറ്റിച്ചിറ പള്ളി, കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി. ഓക്കെ, എല്ലാം അവിടെ ഉണ്ടല്ലേ? ഓ, എക്സലന്റ്. ഇതെന്താണ്? മെസ്സേഴ്സ് ഹാജി പി ഐ അഹമ്മദ് കോയ സിൻസ് 1885. ഓഫീസിന്റെ ഇത് പഴയ ഓഫീസാ? നിങ്ങളുടെ ഓഫീസിന്റെ? അതെ അതെ. ഈ ഓഫീസ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിങ് ഈ രൂപത്തിലായിരുന്നു പണ്ട് കാലത്ത് അല്ലേ? അതെ അതെ. അത് പൊളിച്ചിട്ടാണ് ഈ ബിൽഡിങ് പുതിയ രൂപത്തിലുണ്ടാക്കിയത്. വരച്ചല്ല? ശരി. ഇതാരാണ്? ഇതൊന്ന് പരിചയപ്പെടുത്താമോ? ഇതാണ് ഈ ഓഫീസിന്റെ പഴയ ഉടമ അല്ലേ? അപ്പൊ ഇവിടെ ഒരാളുണ്ടല്ലോ, അവരെ ഫാദറാണ് അത്. ആ കാണിച്ച ആളുടെ ഫാദറാണ് ഇതിലെ? അതെ. ഓക്കെ. അപ്പൊ 4 തലമുറയായിട്ട്? ഫോർത്ത് ജനറേഷൻ ആണ്. ഫോർത്ത് ജനറേഷൻ അല്ലേ? ഇവിടെ നല്ല കൗതുകകരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നില്ലേ? ഇവിടെ കാണാത്ത വിളക്കുകളൊക്കെ പഴയ കാലത്ത് ഷിപ്പിലെ മണിയല്ലേ? ശരി. ഇതിൽ കുറെ ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഷിപ്പിൽ ഉപയോഗിക്കുന്നതാണോ? ഗ്ലോബൊക്കെ ഉണ്ടല്ലേ? ഇത് ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന, അക്കാലത്ത് ഉപയോഗിക്കുന്ന ലൈറ്റ് ആണത്? നല്ല സ്ട്രോങ് ആണുള്ള സാധനം അല്ലേ? സുഹൃത്തുക്കളെ, ഈ മ്യൂസിയത്തിൻ്റെ 2 ചുമരിലും ഒരുപാട് വിലപ്പെട്ട രേഖകൾ തന്നെ പറയാം, വിലപ്പെട്ട ഫോട്ടോസ്, എത്രയും കാലങ്ങൾ പഴക്കമുള്ള ഫോട്ടോസുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഫോട്ടോസ് എന്ന ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. നമ്മളെ ഈ നഗരത്തിൻ്റെയും നമ്മളെ ഈ ടെക്നോളജി ഉണ്ടല്ലോ, ഉരുവിൻ്റെ ഒക്കെ ടെക്നോളജിയും, പിന്നെ നമ്മളവിടെ ചൂടി നിർമ്മാണം, അങ്ങനെ ഒരുപാട് നമ്മളെ ആ പഴയ ആ പാരമ്പര്യത്തെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഇതൊരു ഗവേഷണത്തിന് പറ്റിയൊരു മ്യൂസിയം കേട്ടോ. ശരിക്കും ഇത് വിസിറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത് പ്രൈവറ്റ് മ്യൂസിയമാണ്, കുടുംബ മ്യൂസിയമാണ്, ആർക്കും അങ്ങനെ തുറന്നു കൊടുക്കാറില്ല. അപ്പം അതുകൂടാതെ ഇനി ഒരുപാട് ഉപകരണങ്ങൾ ഇതാ ഇവിടെയുണ്ട്. പല ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്നതും പഴയ ക്യാമറ, പിന്നെ നമ്മളന്ന് ഒരു കുഴൽ പോലെ ഉപയോഗിക്കുന്ന ബൈനാക്കുലറൊക്കെ ഇല്ലേ, അക്കാലത്തല്ല ബൈനാക്കുലർ വന്ന് ആ ഒരു കുഴലിലൂടെ നമ്മൾ വാസ്കോ ഡ ഗാമയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇവിടെ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഷിപ്പിൻ്റെ ഭാഗമല്ലേ? അതെ അതെ. ഇതൊക്കെ ഷിപ്പല്ല, ഉരു അല്ലേ? ഉരു. ഇനി നമ്മൾ ഒരുപാട് ഉപകരണങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. കാണാൻ ഇത് കപ്പൽ യാത്രകൾ, അത് ഒരു യാത്രയല്ല, കപ്പൽ യാത്രക്ക് ഉപയോഗിക്കുന്ന ചെറിയ കോമ്പസുകളൊക്കെ ഉണ്ട് ഇവിടെ. പലതരം കോമ്പസുകൾ, പലതരം ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കൂടാതെ ഈ നെറ്റ്, ബോൾട്ട്, ഇതിൻ്റെ ചുറ്റിക, ഇതൊക്കെ ഉരുവിൽ ഉപയോഗിക്കുന്നതല്ലേ? ഇതൊക്കെ ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ? പിന്നെ ഉരുവിൻ്റെ മാതൃകകൾ, അതിൻ്റെ മിനിയേച്ചർ ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ആരാന്ന് എനിക്കറിയില്ല, ചിലപ്പം ഫാദർ അല്ലേ? ഓക്കെ. അവിടെ കുറേ ഉപകരണങ്ങൾ അങ്ങനെ കാണാം. എന്തായാലും അമൂല്യമായ വസ്തുക്കളാണിത്, ഒരു അമൂല്യ ശേഖരം തന്നെയാണ്. ആരാണിത് ചെയ്തതെങ്കിൽ അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ
കുവൈത്തിൽ അവിടെയൊക്കെ കാണുന്ന ഡയറികളുണ്ട്. ഇതാ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതാ സർട്ടിഫിക്കറ്റ്സ് എന്താ അറബിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ക്യാമറകളൊക്കെ ഉണ്ട് കണ്ടോ, ഒരുപാട് ക്യാമറകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ബൈനാക്കുലർ പോലുള്ള രൂപങ്ങൾ ഇതാ കണ്ടില്ലേ, ബൈനാക്കുലർ പോലുള്ള രൂപങ്ങളല്ല, ബൈനാക്കുലർ തന്നെ ഒറിജിനൽ സാധനങ്ങളാണുള്ളത്. ഇതൊക്കെ ഒറിജിനലാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒറിജിനലാണ്. ഇതൊക്കെ ഇതൊക്കെ നോക്കാൻ പറ്റുന്നതല്ലേ, കാണാൻ പറ്റുന്നതല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറാൻ പറ്റിയാൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഇതാ ഇവിടെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കോമ്പസ് അല്ലേ? ഇതൊക്കെ പഴയ എത്രയോ പഴക്കം ചെന്ന ഉപകരണങ്ങളാണല്ലേ? ഇതാ ഇവിടെ ഇതിൻ്റെ പല പല രൂപങ്ങളുണ്ട്. ബിസിനസ്സിലെ സ്പോർട്സ്മാൻ, ഇത് ഇങ്ങനെ ഒരു സ്പോർട്സ്മാൻ കൂടി ആയിരുന്നോ? അതെ. ശരി. ഇവിടെ കുറേ ഇവരെ പഴയ ബിൽഡിംഗ് ആട്ടതാ. ഞങ്ങളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഈ ബിൽഡിംഗ് ഇങ്ങനെയായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചു. ഉരുണ്ടാക്കുന്നത് പൂർണ്ണമായിട്ടും തടിയിലുണ്ടാക്കുന്ന ഒരു ബോട്ടാണിത്. വുഡൻ ബോട്ട് എന്നാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ഒരുപാട് കാണാം കേട്ടോ. ഇവിടെ ചെറിയ രൂപങ്ങളുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതെന്താണിത്? ഇത് ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ഉറപ്പാണ്. അതായത് ഉരുവായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഇവിടെയും കുറേ ഉപകരണങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ഇത് പലതരം മരങ്ങളായിരിക്കും അല്ലേ? അതെ അതെ. തേക്കാണ്, തേക്ക് വുഡ് അല്ലല്ലോ? അല്ല, തേക്കുണ്ട് അല്ലേ? പ്ലാവുണ്ട് എല്ലാം ഉണ്ട്. ഇതാണ് ഒരു ഉരുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് ഉരുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരങ്ങളാണ്. പലതരം മരങ്ങളുണ്ട് ഇപ്പോഴും തന്നെ ഉപയോഗിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് എങ്ങനെ ഉപയോഗിക്കണം? വെള്ളത്തിനടിയിലേക്ക് അതിന് മുകളിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? വെള്ളത്തിന്റെ അടിയിൽ ഉപയോഗിക്കുന്ന തേക്കാണോ? അല്ല, വെള്ളത്തിന്റെ അടിയിലേക്ക് കൊയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കൊയില ഉപയോഗിക്കാം. അതിന്റെ മുകളിലേക്കാണ് തേക്ക് ഉപയോഗിക്കുന്നത്? അതെ, മുകളിലേക്കാണ് തേക്ക് ഒക്കെ ഉപയോഗിക്കുന്നത്. അതെ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരുപാട് അമൂല്യമായ കൈ കൊണ്ട് എഴുതിയതും എല്ലാത്തതും പ്രിന്റ് ചെയ്തതും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മെസ്സേഴ്സ് ഹാജി പി ഐ അഹമ്മദ് കോയ അല്ലേ? എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ് ആൻഡ് ബോട്ട് ബിൽഡേഴ്സ് ഒക്കെ. നൈസ്. ഇതവിടെ അമൂല്യമായ ഫോട്ടോസൊക്കെ ഒരു ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫോട്ടോസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ പഴയ കാലഘട്ടത്തിൽ പോകാം. പക്ഷേ എനിക്ക് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് പോകാണ്ടാവില്ല. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ പാരമ്പര്യം ഇതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ആ ഉപകരണം വാസ്കോഡഗാമ വരുന്നുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും ഞാൻ കാണാൻ പറ്റുന്ന വിചാരിച്ചു. ഇതൊക്കെ സിനിമയിലേ കണ്ടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാറുണ്ട് ഇവിടുന്ന്? ഒന്നും പുറത്ത് വിട്ടു കൊടുക്കാറില്ല. ഗംഭീരമായിരിക്കുന്നു. ഇത് കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഇതിനൊക്കെ ഒരുപാട് കഥകൾ പറയാണ്ട് അവർക്കൊക്കെ അല്ലേ? പിന്നെ ഓരോ ഇതിൽ വെച്ചിരിക്കുന്ന ഇത്തരം ഇതിനൊക്കെ ഒരു 100 വർഷമൊക്കെ 100 എത്രയോ വർഷങ്ങൾ പഴക്കണ്ടാവില്ലേ? 100 ഒരുപാട് വർഷം പഴക്കണ്ടാവും അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മ്യൂസിയത്തിൻ്റെ ഈ കാഴ്ച ഇവിടെ കഴിയാണ്. ഈ ശരിക്കും മ്യൂസിയത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒപ്പിയെടുക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ വീഡിയോ വലുതാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു വിഷമം തോന്നും. അപ്പോൾ സുഹൃത്തുക്കളെ, ആ റൂമുകളിൽ കഴിഞ്ഞു. ഇനി വേറെ ചെറിയൊരു റൂം അവിടുത്തെ കൂടി ഉണ്ട് ഇവിടെ. ചെറിയ മ്യൂസിയം ആണെങ്കിലും നമുക്ക് കിട്ടാൻ പോകുന്ന അറിവ് കാഴ്ചയും ഒരിക്കലും നമ്മൾ മറക്കില്ല. അതാണ് വരാൻ പോകുന്നത്. ഇതാ കണ്ടില്ലേ? ഇത് ഉരുവിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പായക്കപ്പലിനത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ചെറിയ രൂപങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സെയിലിംഗ് മാസ്റ്റ് അതിന് പറയുന്നത് അല്ലേ? സെയിലിംഗ് മാസ്റ്റ്. ഇതിൻ്റെ ഈ തുണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ലേ? വലിയ ഉരുവില് ഇവിടെയും കുറേ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതെങ്ങനെയാണ് സജ്ജീകരിക്കേണ്ടതൊക്കെ അവർക്ക് അറിയും. പഴയ ഒരു കാലഘട്ടം അവര് ആവിഷ്കരിച്ചിട്ടുണ്ട്, അവർ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ. വാളുകൾ. ഇതാണ് ആങ്കർ. നല്ല വെയിറ്റ് കേട്ടോ. ആങ്കറിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. നങ്കൂരമൊക്കെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യം തൊടുന്നത്.
ഇതാണ് ഓഫീസിലെ നിങ്ങളെ പഴയ- പാണ്ഡികശാല അതെ, പഴയ ഓഫീസല്ലേ നിങ്ങളെ അത് നിങ്ങൾ ആ പഴയ രൂപം അവിടെ പുനഃസൃഷ്ടിച്ചാണല്ലേ നിങ്ങളെ റൂമിൽ ഈ ബിൽഡിങ്ങിൽ അതെ ഇത് പൊളിച്ചിട്ട് ഇങ്ങനത്തെ നിങ്ങൾ ഓഫീസ് പൊളിച്ചിട്ട് ബിൽഡിംഗ് ഉണ്ടായിട്ട് ആ ബിൽഡിങ്ങിനുള്ളിൽ നിങ്ങൾ പുനഃസൃഷ്ടിച്ചാണല്ലേ. അതെ. ഇനി ഇവിടെ ഭൂമ്, ഇതിന് പറയുന്ന ഭൂമ് എന്നാണ്. ഉം. ടീക്ക് വുഡ് പില്ലർ, ഇതാണല്ലേ ടീക്ക് വുഡ്. പഴയ ഓഫീസിലെ പില്ലറാണ്. ഇത് സാംബൂക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നീ അവിടുന്ന് പരിചയപ്പെടുത്തിയ ഇത്. അത് ഭൂമാണ്, ഇത് സാംബൂക്കാണ് നാട്ട് അതെ, അതെ. പരിചയപ്പെടുത്തിയ പഴയ ഓഫീസിലെ പില്ലറാ. ഇതല്ലേ പഴയ ഓഫീസിന്റെ പില്ലർ. ഉം. ഓക്കെ, അടിപൊളി. ഇത് ബകാല. ഇതൊക്കെ ഓരോന്നും ഓരോ രൂപ. അതെ, ഓരോ ഓരോ അപ്പൊ അതിനുള്ളിൽ അനുസരിച്ച് സൗകര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. മോഡൽ. അതെ, അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മനോഹരമായ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇങ്ങനൊരു ദൃശ്യം എനിക്ക് കിട്ടുന്നത് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഒരിക്കലും ഇവർ തുറന്നു കൊടുക്കാറില്ല. ഇത് രഹസ്യമായിട്ട് ഇവരുടെ ഫാമിലിയുടെ ഒരു മ്യൂസിയമാണ്. സുഹൃത്തുക്കളെ, ഇവിടെ അപൂർവമായി സന്ദർശിക്കുന്ന ആൾക്കാർ ഇതാ അവിടെ എഴുതുന്നുണ്ട്. ഇവിടെ ജോർജ് സന്തോഷ് കുളങ്ങര വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ജോർജ് സന്തോഷ് കുളങ്ങര വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 29/12/2021 അങ്ങേര് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും സന്ദർശകരുടെ ഡയറിയിൽ എൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തി. എൻ്റെ അനുഭവങ്ങളും അഡ്രസ്സും പേരും തീയതിയും ഒപ്പുമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബിജീഷിനും ഇത് ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ ശേഖരിച്ച് വെച്ച, ഇങ്ങനെ പ്രിസർവ് ചെയ്ത, കാത്തു സൂക്ഷിച്ച ആ ആൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം വരും തലമുറക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ശരി സുഹൃത്തുക്കളെ.